കണ്ടൽക്കാടുകൾ വെറും മരങ്ങളും ചതുപ്പുനിലങ്ങളും മാത്രമല്ല. ഇവയാണ് കടലിനും കരയ്ക്കുമിടയിലെ ജീവൻ രേഖ. ഒരിക്കൽ ആരും ശ്രദ്ധിക്കാത്ത ഈ കാടുകൾക്ക് വേണ്ടി ഒരാൾ ഒറ്റയ്ക്ക് നിന്നു. അക്ഷരമറിയാത്ത ഒരാൾ. പേര് കല്ലൻ പൊക്കുടൻ. കണ്ണൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് കല്ലൻ പൊക്കുടൻ ജനിച്ചത്. ദാരിദ്ര്യം ജീവിതത്തിന്റെ സ്ഥിരം അതിഥിയായിരുന്നു. സ്കൂൾ അദ്ദേഹത്തിന് എത്തിപ്പെടാനാകാത്ത സ്വപ്നം. കണ്ടൽക്കാടുകളായിരുന്നു ജോലിസ്ഥലവും. അവിടെയായിരുന്നു ജീവിതപാഠങ്ങൾ. പുസ്തകങ്ങളില്ലാതെ തന്നെ പ്രകൃതി പൊക്കുടനെ പഠിപ്പിച്ചു. കണ്ടൽക്കാടുകളില്ലെങ്കിൽ മത്സ്യങ്ങളില്ല, കരയില്ല, ജീവിതവുമില്ല. കണ്ടൽ മുറിച്ചാൽ കടൽ നമ്മളെ തിന്നും. പൊക്കുടൻ മുന്നറിയിപ്പ് നൽകി. പക്ഷേ സമൂഹം ചിരിച്ചു. അക്ഷരമില്ലാത്തവൻ, ഭ്രാന്തൻ, അവന്റെ പേരുകൾ അങ്ങനെയുണ്ടായി. കച്ചവടവും രാഷ്ട്രീയവും അവനെ അവഗണിച്ചു. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നോട്ടില്ല. പിന്തുണയില്ലാതെ, പ്രതിഫലം പ്രതീക്ഷിക്കാതെ പൊക്കുടൻ കണ്ടൽ തൈകൾ നട്ടു. ഒരു ദിവസം, ഒരു വർഷം, പതിറ്റാണ്ടുകൾ. കാലം മാറി. ശാസ്ത്രലോകം അവനെ തേടി വന്നു. അക്ഷരമറിയാത്ത മനുഷ്യന്റെ അനുഭവജ്ഞാനം പാഠപുസ്തകമായി. ഒരു മനുഷ്യന്റെ ദൃഢനിശ്ചയം ഒരു പ്രദേശത്തിന്റെ ഭാവി മാറ്റി. ഇന്ന് കേരളത്തിലെ കണ്ടൽ സംരക്ഷണത്തിന്റെ അടിത്തറയാണ് കല്ലൻ പൊക്കുടൻ. വിദ്യാഭ്യാസം, സർട്ടിഫിക്കറ്റുകളല്ല ലോകം മാറ്റുന്നത്. ഉത്തരവാദിത്വബോധമാണ്. കല്ലൻ പൊക്കുടൻ അത് നമ്മെ പഠിപ്പിച്ചു.